ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹരാ ദേവി ത്രാഹി മാം ശരണാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 33-34 ശ്ലോകങ്ങൾ നോക്കാം. യേഷാമർത്യകാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യപിതര പുത്ര തഥൈവ ച പിതാമഹാ മാതുലാ ശ്വശുരാ പൗത്രാ സ്യാലഃ സംബന്ധിനസ്തഥാ. യേഷാം അർത്ഥേ യാതൊരുവർക്ക് വേണ്ടി രാജ്യം കാംക്ഷിതം രാജ്യം ആഗ്രഹിക്കപ്പെടുന്നുവോ ഭോഗാ സുഖാനിച്ച ഭോഗങ്ങളും സുഖങ്ങളും ആർക്ക് വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നുവോ തേ അങ്ങനെയുള്ള ആചാര്യാഹ ആചാര്യന്മാർ പിതരഹ പിതാക്കൾ പുത്രാഹ പുത്രന്മാർ തഥൈവച അപ്രകാരം തന്നെ പിതാമഹ പിതാമഹന്മാർ മാതുലാഹ അമ്മാവന്മാർ ശ്വശുരാഹ ശ്വശുരന്മാർ പൗത്രാഹ പൗത്രന്മാർ സ്യാലാഹ അളിയന്മാർ തഥാ അപ്രകാരം തന്നെ സംബന്ധിനഃ ബന്ധുക്കൾ ഇമേ ഇവരെല്ലാവരും പ്രാണാൻ ജീവനെയും ധനാനി ച ധനങ്ങളെയും ത്യക്ത്വാ ഉപേക്ഷിച്ചിട്ട് യുദ്ധേ യുദ്ധക്കളത്തിൽ അവസ്ഥിത നിൽക്കുന്നു. അല്ലയോ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? ആർക്ക് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണനെയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതൃപിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശ്വശുരന്മാർ, ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിന് അവരെ കൊല്ലണം? ഇവിടെ അർജുനൻ യുദ്ധം ഉപേക്ഷിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഓരോ ന്യായങ്ങളാണ് ഇതൊക്കെ. ആദ്യം പറഞ്ഞു നിമിത്തങ്ങളൊന്നും ശരിയല്ല. ഇപ്പം പറയുന്നു ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ എങ്ങനെയാണ് നിൽക്കുന്നത്? ധനവും പ്രാണനും എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടാണ് രണാങ്കണത്തിൽ നിൽക്കുന്നത്. ഇവരെ എല്ലാം വധിച്ചിട്ട് ഇവരാരൊക്കെയാണ്? തൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം വധിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാണ്? എനിക്ക് രാജ്യമോ സമ്പത്തോ ഒന്നും തന്നെ വേണ്ട. ഇതൊക്കെ കിട്ടിയിട്ട് ഞാൻ സന്തോഷവാനായിരിക്കുകയും ഇല്ല. പിന്നെ എന്തിനാണ് ഇവരെയെല്ലാം വധിച്ചുകൊണ്ട് ഞാൻ ഇതൊക്കെ നേടുന്നത് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അർജുനൻ്റെ ഈ ന്യായവാദങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം അർജുനൻ പറഞ്ഞത് ശരിയല്ലേ എന്ന്. എന്നാൽ ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അർജുനന് അറിയാമായിരുന്നു ഇരുഭാഗങ്ങളിലെ സൈന്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന്. മാത്രമല്ല താൻ അധർമ്മത്തിന് വേണ്ടിയാണ് പോരാടുന്നത് എന്നും അർജുനന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അർജുനൻ ഈ യുദ്ധത്തിന് തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. ഭഗവാനോട് അർജുനൻ പറഞ്ഞു, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി തൻ്റെ തേര് കൊണ്ട് നിർത്തൂ, ഞാൻ വന്നിരിക്കുന്നവരെയെല്ലാം കാണട്ടെ എന്ന് വളരെ വീര്യത്തോടെ അർജുനൻ പറഞ്ഞു. പക്ഷേ അവിടെ എത്തിയപ്പോഴോ അർജുനൻ ഒന്ന് പതറിപ്പോയി. പിന്നീട് ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ന്യായങ്ങളും കാരണങ്ങളൊക്കെയാണ് ഇവിടെ അർജുനൻ പറയുന്നത്. നമ്മളൊക്കെ ജോലിക്ക് പോകുന്നു, സമ്പാദിക്കുന്നു അല്ലേ? പക്ഷേ ഈ സമ്പത്തൊക്കെ നമുക്ക് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ജോലിയെടുത്ത് സമ്പാദിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ചിലർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ പോലും വഞ്ചിച്ച് അവരുടെ കയ്യിൽ നിന്നും സ്വത്തും വസ്തുവകകളും എല്ലാം എഴുതി വാങ്ങി
എന്ത് ചെയ്യുന്നു? അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടു ചെന്നാക്കുന്നു. ഇങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്തിന് ധർമ്മമുണ്ടോ? ന്യായമുണ്ടോ? ഇത് അധർമ്മമല്ലേ? എന്നാൽ ഇവിടെ അർജുനൻ അധർമ്മത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. തങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന രാജ്യവും പദവിയും എല്ലാം ഇവിടെ കൗരവപക്ഷത്ത് ഉള്ള ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഒരു കോംപ്രമൈസിന് വേണ്ടി ഭഗവാൻ ശ്രമിച്ചു. ഭഗവാനെ അതിനു വേണ്ടി അയച്ചു, ദൂതനായിട്ട് അയച്ചു. ഒന്നും നടന്നില്ല. പിന്നീടാണ് യുദ്ധം തന്നെയാണ് ശരി എന്ന് അർജുനന് തോന്നിയതും യുദ്ധത്തിനായി ഇറങ്ങിയതും. അപ്പോൾ പിന്നെ കൗരവപക്ഷത്തു നിന്നും ആ രാജ്യം തിരിച്ചു വാങ്ങുന്നതിൽ എന്താണ് തെറ്റുള്ളത്? എവിടെയാണ് അധാർമികതയുള്ളത്? എല്ലാം ശരിയല്ലേ? അപ്പോൾ പിന്നെ ഇവിടെ അർജുനൻ പറഞ്ഞ ഈ ന്യായങ്ങൾക്ക് പ്രസക്തിയുണ്ടോ? ഒരിക്കലുമില്ല. യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അനാവശ്യമായ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? ശത്രുപക്ഷത്തു നിന്നും നമുക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഒരു സൈനികൻ കൊല്ലുന്നത് പാപമല്ലേ, അവരും ഒരു മനുഷ്യജീവിയല്ലേ എന്നൊക്കെ കരുതിയിരുന്നാൽ എന്തായിരിക്കും? അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അയാൾ ഒന്നും ചെയ്യാനാവാതെ നിന്നുകൊണ്ട് ആ പരാജയത്തെ ഏറ്റുവാങ്ങേണ്ടി വരും. അത് സ്വന്തം രാജ്യത്തിന്, അതുപോലെ തന്നെ ആ രാജ്യങ്ങളിലുള്ള എല്ലാവർക്കും, സമ്പത്തിനായിക്കോട്ടെ എന്തിനായാലും നാശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അർജുനൻ പറഞ്ഞ ന്യായങ്ങളെല്ലാം തന്നെ ഭഗവാൻ കേട്ടു നിന്നു. പക്ഷേ അപ്പോഴൊന്നും ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. അർജുനൻ എത്രത്തോളം പറയുന്നുവോ അത്രയും പറയട്ടെ എന്ന് കരുതി ക്ഷമയോടുകൂടി ഭഗവാൻ എല്ലാം കേട്ടുകൊണ്ട് നിന്നു. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ശ്ലോകങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കുമല്ലോ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.